ഹലോ നമസ്കാരം. കളങ്കാവൽ ഇന്നലെ നൈറ്റിലെ തൃശ്ശൂർ രാഗത്തിലെ സെക്കൻഡ് ഷോ കണ്ടിട്ട് വന്നു. എൻ്റെ പൊന്നോ, വേറെ ലെവൽ 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 പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും കിടിലം പടം. ഡയറക്ടർ ജിതിൻ കെ ജോസ്, പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി, സ്ക്രിപ്റ്റ് ജിതിൻ കെ ജോസ്, ജിഷ്ണു ശ്രീകുമാർ, മ്യൂസിക് മുജീബ് മജീദ്, പിന്നെ സ്റ്റാറിങ് മമ്മൂട്ടി, വിനായകൻ, ഗായത്രി അരുണ്, രജീഷ വിജയൻ, അസീസ് നെടുമങ്ങാട്, അങ്ങനെ ഒരുപാട് താരനിരകളുണ്ട്. എൻ്റെ പൊന്നു, ഈ പടത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം പൊളി 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 പൊളി. പ്രായത്തെ വെല്ലുന്ന കിടിലൻ ആക്ടിങ്. എന്തെന്നാ പറയണ്ടേ, അതിലൊരു സീനുണ്ട്, ഫസ്റ്റിലൊരു സീനുണ്ട് അടിപൊളി. ഒരേ സമയത്ത് ആശാൻ്റെ കുറേ, അതായത് ഒരു പാവമായിട്ട് വരുന്നതും പ്രണയവും, അത് കഴിഞ്ഞിട്ട് ഒരു ക്രൂരത. ഞാൻ സ്പോയിലാക്കണില്ല. ആ രണ്ട് സീനുകളും മാത്രം മതി കാശ് മുതലാവാൻ. അതായത് ആളുടെ മുഖത്തെ പെർഫോമൻസ്, എൻ്റെ അമ്മേ, ഞാനൊക്കെ ഇങ്ങനെ രോമാഞ്ചിവേഷം വന്നു ആളുടെ ഒരേ സമയത്തുള്ള രണ്ട് പെർഫോമൻസ് കണ്ടിട്ട്. അങ്ങനെ ഉടനീളം ഇതേപോലത്തെ പെർഫോമൻസാണ്. മൂപ്പര് ഒരു സിഗരറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുണ്ടത്ത് വെച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കണ ഒരു സീനുണ്ട്. ആ ഒരൊറ്റ സീൻ നമ്മൾ അത്രയും രോമാഞ്ചിവേഷം വരും. പിന്നെ അതുപോലെ ആളുടെ എന്താ പറയുക, പാവമായിട്ട് ഒരു നടത്തുണ്ട്. ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു പാവമായിട്ട് സംസാരിക്കണ കുറേ സീനുകളുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ക്രൂരതകളുണ്ട്. എൻ്റെ അമ്മോ, പൊളി പൊളി, വേറെ ലെവൽ. വിനായകനൊപ്പം പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ രാഗത്തിലാണ് കണ്ടത്. ഭയങ്കര സൗണ്ട് സിസ്റ്റം എല്ലാം ഉള്ളൊരു സൂപ്പർ തിയേറ്റർ. എല്ലാവർക്കും അറിയാമല്ലോ, തൃശ്ശൂർ രാഗം എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. സൗണ്ടിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ വിനായകൻ പറയണ ചില സംഭാഷണങ്ങൾ ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നിച്ചില്ല. ചിലത് നമുക്ക് മനസ്സിലാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് തോന്നിച്ചു. എന്നാലും ആളുടെ പെർഫോമൻസ് ലെവൽ വേറെ ലെവൽ. മമ്മൂട്ടിയുടെ ഒപ്പം പിടിച്ച് നിൽക്കാൻ ആൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്കോർ ചെയ്യാൻ മമ്മൂട്ടി തന്നെ 100-ൽ 99% സ്കോർ ചെയ്തു. 1% നമ്മൾ ഇങ്ങനെ മാർക്ക് വിട്ടതുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. 99%. ഇങ്ങേർക്കൊരു 85% കൊടുക്കാം. ആർക്ക്? നമ്മുടെ വിനായകൻ. പിന്നെ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവൽ മ്യൂസിക്കാണ്. അതായത് ഇങ്ങനെ ഓരോ സീനുകളുണ്ട്. ആ സീനൊക്കെ വരുമ്പോൾ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. മുജീബ് മജീദ് പുലിയാണ്, പുലി, വേറെ ലെവൽ. പിന്നെ ജിതിൻ കെ ജോസിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഇതെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും രസമായിട്ട് മൂപ്പര് സിനിമ എക്സ്പീരിയൻസ് ഉള്ള പോലെ എന്നല്ല, എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിക്കും നമുക്ക്. അത്രയും കിടിലൻ ഡയറക്ഷനായിട്ട് പടം യാതൊരു ലാഗുമില്ല. പടം എന്താ പറയുക, നമ്മൾ ഒരു ഇപ്പോൾ ഇതെന്താണ് ഇൻ്റർവെൽ ആവാത്ത, എന്താ ആയില്ല, അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും രസമായിട്ട് പടം പോകുന്നുണ്ട്, മൂവിങ്ങാണ്. അപ്പോൾ ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടോളൂ. അടിപൊളി പടമാണ്, ഒരിക്കലും നഷ്ടം വരില്ല. മമ്മൂട്ടിയുടെ വേറെ ലെവൽ ആക്ടിങ് ആണ്.